മരിച്ച കുട്ടികൾ എങ്ങനെയാണോ അതുപോലെ തന്നെ സിമിലാരിറ്റീസ് ആണ് ഈ കുട്ടികളും ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയാണ് എനിക്ക് ഇടികിട്ടിയെന്ന് കൊച്ചു പറയുക. യഥാർത്ഥത്തിൽ ഇവിടെ ഇടികിട്ടിയിട്ടാണ് ഒരു കൊച്ചു മരിക്കുന്നത്. മരിച്ച കുട്ടികൾ ചേരുന്ന എല്ലാ കാര്യങ്ങളും ഈ കുട്ടികളും ചെയ്യുന്നുണ്ട്. 1957 നടന്നൊരു സംഭവമാണ്. ജോഹന്നെയും ജാക്കുലും എന്ന് പറയുന്ന രണ്ട് ഇരട്ട സഹോദരിമാര്. അവർ റോഡരിക്കൂടെ നടന്നു പോവുമായിരുന്നു. ഒരു കാറ് വന്ന് ഇടിച്ചു, അവർ മരിച്ചുപോയി. അപ്പം ഇവരുടെ അച്ഛനും അമ്മയും മാതാപിതാക്കള് ജോണും ഫ്ലോറൻസും ഈ കുട്ടികളുടെ മരണത്തിന് ശേഷം അവർ ഭയങ്കരമായിട്ട് തകർന്നു പോവുകയാണ്. ഇരട്ട കുട്ടികളായിരുന്നു. ആകെ ഉണ്ടായിരുന്ന 2 മക്കളുടെയും മരണം അവർ ഭയങ്കരമായിട്ട് തളർത്തി. അതിനുശേഷം അവര് ആ ഒരു വീട് വിറ്റ്, അവരുടെ പഴയ വീട് വിട്ടിട്ട് അവർ വേറൊരു സ്ഥലത്തേക്ക് മാറുകയാണ്, വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുകയാണ്. അപ്പോ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഈ പിതാവ് എപ്പോഴും പറയുമായിരുന്നു തങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം. ഭയങ്കര ഒരു കടുത്ത ദൈവവിശ്വാസിയായിരുന്നു പുള്ളിക്കാരൻ. എപ്പോഴും ഇങ്ങനെ പറയും, ഈ ഒരു സങ്കടം മാറ്റാൻ എന്റെ കുട്ടികൾ വീണ്ടും തിരിച്ചു വരും, ദൈവം എനിക്ക് തിരിച്ചു തരും എന്ന് എപ്പോഴും ആൾക്കാരോടൊക്കെ പറയുമായിരുന്നു, എല്ലാവരോടും പറഞ്ഞു നടക്കുമായിരുന്നു. അങ്ങനെ അവരുടെ ആ ഒരു ബാക്കിയുള്ളവർ വിചാരിച്ചു ഇയാൾക്ക് മാനസിക നില തെറ്റി, മക്കള് മരിച്ചല്ലോ, ആ ഒരു ഇതിൽ ആളുടെ മാനസിക നില തെറ്റിയെന്നാണ്. പക്ഷെ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫിലേക്ക് 2 ഇരട്ട കുട്ടികൾ വരികയാണ്, ജനിക്കുകയാണ് 2 ഇരട്ട കുട്ടികൾ. ജോൺ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കടുത്ത ദൈവവിശ്വാസിയാണ്. പുള്ളി എപ്പോഴും പറയും തൻ്റെ മക്കളെ ദൈവം എന്തായാലും തിരിച്ചു തരും, എന്തായാലും ദൈവം തൻ്റെ മക്കളെ തിരിച്ചു തരും എന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ വിചാരിക്കും ഇയാൾക്ക് എന്തോ മാനസിക നില തെറ്റിയതാണ്, കുട്ടികൾ പോയതിന്റെ ഒരു സങ്കടത്തിലാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഫ്ലോറൻസ് വീണ്ടും പ്രഗ്നന്റ് ആയി. 2 ഇരട്ട കുട്ടികൾ, 2 പെൺകുട്ടികളാണ് അവർക്ക് ജനിച്ചത്. അതാണ് അവർ ആ 2 മക്കളുടെ പേര്. പക്ഷെ പഴയ മക്കളുടെ പോലെ തന്നെ എന്തൊക്കെയോ ഒരു സാന്നിധ്യം, ഒരു സിമിലാരിറ്റി, സാമ്യത ഉണ്ടായിരുന്നു. അതെ, കുട്ടികൾക്ക് അവരെ പോലെ തന്നെ പെൻസില് പിടിക്കുക, പഴയ കാര്യങ്ങൾ ഓർത്ത് പറയുക. ഇപ്പോ ഇവര് വീട് മാറുമ്പം ഇവരുടെ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ മാറ്റും. കളിപ്പാട്ടങ്ങളുടെ പെട്ടി തുറന്നു, അപ്പൊ അതിനകത്ത് പഴയ കുട്ടികളുടെ, മരിച്ചുപോയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുണ്ട്. അത് എന്റെ ആണ്, ഇത് നിന്റെ ആണെന്ന് അവരിങ്ങനെ മാറ്റി മാറ്റി പറയാണ്. അതെ, ആ കുട്ടികൾക്ക് അവർ പേരും കറക്റ്റ് പേരും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊടുത്തു. ആ മരിച്ച കുട്ടികൾ എങ്ങനെയാണോ അതുപോലെ തന്നെ സിമിലാരിറ്റീസ് ആണ് ഈ കുട്ടികളും ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഇരട്ട കുട്ടികളാണെങ്കിലും ആ ഒരു താഴെയുള്ള കുട്ടീനെ ശരിക്കും ഒരു അനിയത്തിനെ പോലെ തന്നെയാ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. ശരിക്കും ഒരു അനിയത്തിനെ എങ്ങനെയാ കൊണ്ട് നടക്കുന്ന അതുപോലെ തന്നെ കെയർ ചെയ്തുകൊണ്ടാ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ പുറത്ത് ഈ അച്ഛനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ കുട്ടികൾ കാറ് ഇടിച്ച് മരിക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ അഭിനയിക്കുകയാണ്. കാർ എന്ന് പറയുന്ന പേടിയാണ്. അതുപോലെ അപ്പൊ ഈ കാറ് ഇടിച്ചിട്ട് ഇവിടെ നെറ്റിയിൽ എന്തോ ഇവിടെയാണ് എനിക്ക് ഇടികിട്ടിയെന്ന് കൊച്ചു പറയുക. യഥാർത്ഥത്തിൽ ഇവിടെ ഇടികിട്ടിയിട്ടാണ് ഒരു കൊച്ചു മരിക്കുന്നത്. അതപ്പൊ അതൊക്കെ കാണുമ്പോ ഇയാൾക്ക് സംശയം ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെയാണ് ഇയാള് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നത്. കുട്ടികളെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച സമയത്ത് ഇവർ പറയുന്നുണ്ടായിരുന്നു, മരിച്ച കുട്ടിയുടെ അതേ ശരിക്കുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സൈക്കാട്രിസ്റ്റിനോട് പറയുന്നുണ്ടായിരുന്നു. അതെ, ഇതിനൊന്നും പക്ഷെ ഉത്തരമില്ല. ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് അപ്പൊ ഫേമസ് ആയി. അപ്പോഴത്തേക്കും ഇവരുടെ പേരൻസ്, ഈ കുട്ടികളുടെ പേരൻസ് സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ ആൾക്കും ഉത്തരവില്ല ഇതെന്താണ് ഇങ്ങനെ. കാരണം ഈ ഒരു പഴയ കുട്ടികൾ, മരിച്ച കുട്ടികൾ ചേരുന്ന എല്ലാ കാര്യങ്ങളും ഈ കുട്ടികളും ചെയ്യുന്നുണ്ട്. ഇത് എന്തിന്റെ ഇതിലാണ്, എന്തിന്റെ ബേസിലാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവർ ആ ഒരു സമയത്ത് ആ ഒരു ടൈമിൽ തന്നെ ഇവർ ഭയങ്കര ഫേമസ് ആവുകയും ചെയ്തായിരുന്നു. ഇതേസമയം വിർജീനിയയിലെ പ്രശസ്തനായിട്ടുള്ള സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഇയാൻ സ്റ്റീവൻസ് എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ്, ഈ പുള്ളിക്കാരൻ നേരിട്ട് വരികയാണ് ഈ കുട്ടികളെ പഠിക്കാനായിട്ട്. ഇയാള് ചിൽഡ്രൻ ഹു റിമെമ്പർ പ്രീവിയസ് ലൈഫ്, എ ക്വസ്റ്റ്യൻ ഓഫ് റെയിൻകാർണേഷൻ എന്ന് പറഞ്ഞ ബുക്കിലൂടെ ഈ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള ഒരു സയൻസ് പരമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കാൻ ട്രൈ ചെയ്യുവാണ്. അപ്പൊ ഇയാൾ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് ഇതൊക്കെ ഓർമ്മ വരുന്ന അല്ലെങ്കിൽ പറയുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ഇത് സ്വാഭാവികമാണ്. ജനിച്ച ഒരു ടൈമില് അച്ഛനമ്മമാര് പറയുന്ന കാര്യം ഇവര് അബോധം ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഇത് പറയുന്നതാണ്. എന്നിരുന്നാലും ഇപ്പൊ പല
ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ കുട്ടികൾ പറയുന്നതിനൊന്നും ഇവർ ചോദിക്കുന്നതിനൊന്നും ഉത്തരം പലതിനും ഇല്ല ഈ സൈക്കാട്രിസ്റ്റിന്. പുനർജന്മമാണോ? ആയിരിക്കാം, പുനർജന്മമായിരിക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതെ, അങ്ങനെയുള്ള ഇൻസിഡൻസും കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതുവരെ ആയിട്ടും കാണാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കാര്യങ്ങൾ ആ ഒരു പേരുകൾ ആ ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവർ ആ പഴയ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ പഴയ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഊടുവഴികള്, അവിടുത്തെ കാര്യങ്ങള്, സ്കൂളുകള്, പാർക്കുകള് എല്ലാം ഇവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇവർക്ക് 4 വയസ്സുള്ളപ്പോ എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെയുണ്ട്, ഈ സ്കൂൾ ഇവിടെയാണ്, പാർക്ക് ഇവിടെയാണ്, വീടിന്റെ ഷോർട്ട് കട്ടുകള്, ഇതെല്ലാം അവരെടുത്ത് പറയുന്നുണ്ട്. പിന്നെ ആ പേന പിടിക്കുന്ന സ്റ്റൈല് വരെ ആ പഴയ മരിച്ച കുട്ടികൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് വീട്ടുകാർ ഇത്രയും കാര്യമൊന്നും എന്തായാലും പറഞ്ഞിട്ടുണ്ടാവില്ല, വഴിയൊക്കെ അങ്ങനെയല്ല. പക്ഷെ ഒരു 7 വയസ്സ് വരെ ഇവർക്ക് ഇതിന്റെ പഴയ ജന്മത്തിലെ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ അത് ഫെയ്ഡായി. അതെ, ഇപ്പൊ അവർക്ക് അതിനെ പറ്റിയുള്ള ഒരു ഓർമ്മയൊന്നുമില്ല. ആ ഒരു 7 വയസ്സ് വരെ ഉണ്ടായിരുന്ന ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവരൊരു നോർമൽ ലൈഫിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ട്വിൻ സിസ്റ്റേഴ്സിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഉള്ള നല്ല നല്ല സ്റ്റോറീസ് ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. താങ്ക് യു.